തിരക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്ക് തന്നെയാണ്. അതിരാവിലെ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി വൈകിയും തുടരും. ബസ്സുകാരെല്ലാം ഉത്സവം കാണാനെത്തുന്നവരെ ശല്യപ്പെടുത്താതെ വഴിമാറിപ്പോകുന്നു. വണ്ടി നിർത്താൻ പണ്ടേ സ്ഥലമില്ലാത്ത പട്ടണത്തിൽ വാഹനവുമായി വന്നാൽ നട്ടം തിരിയും. വേദി വിട്ട് വേദികളിലേക്ക് കുട്ടികളുമായി പായുന്നതിനാൽ കാലി ഓട്ടോ കിട്ടാനേയില്ല. എങ്ങാനും ഒരു ഓട്ടോ നിർത്തിയാൽ തന്നെ എത്ര എണ്ണം കയറുമെന്ന് ഡ്രൈവർക്ക് പോലും അറിയില്ല. NCC കുട്ടികളുടെ സേവനം കുറച്ച് ആശ്വാസമൊന്നുമല്ല പോലീസിന് നൽകുന്നത്. പോലീസ് വണ്ടി ഡിപ്പാർട്ട്മെന്റ് വണ്ടികൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അല്ലാത്ത വണ്ടികളൊക്കെ രാവിലെ കുറച്ച് കച്ചറ ഉണ്ടായിരുന്നു. എന്നാലും പോലീസുകാരെല്ലാം കൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. സഹിക്കുന്നു. എന്നാലും കുറച്ച് കച്ചവടക്കാരൊക്കെ റോഡിന്റെ സൈഡിൽ പോപ്കോൺ അങ്ങനത്തെ ഒക്കെ വിൽക്കുമ്പോൾ അതിന് മാറ്റാനൊക്കെ നിൽക്കുന്നുണ്ട്. ചായക്കടയിൽ കയറി ഒരു കാലിയടിക്കാമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷയില്ല. അവിടെയും തിരക്കോട് തിരക്ക് തന്നെ. ബാരിക്കേഡ് വെച്ച് ഇടവഴികളെല്ലാം ബ്ലോക്ക് ചെയ്താണ് കലയുടെ ആസ്വാദകർക്കായി പോലീസ് വഴിയൊരുക്കുന്നത്. അതിന്റെ ഫലം ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ തന്നെ കാണാം. തിരക്കാണെന്നും വണ്ടി കിട്ടില്ലെന്നും ബ്ലോക്കിൽ പെടുമെന്നുമൊക്കെ കോഴിക്കോട്ടുകാർക്ക് നന്നായി അറിയാം. എങ്കിലും മേളയെ വിജയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കാമെന്നതാണ് സാമൂതിരിയുടെ നാട്ടുകാരുടെ നിലപാട്. ക്യാമറാമാൻ മനു റോയ്ക്കൊപ്പം റഹീസ് റഷീദ്, ടീം റിപ്പോർട്ടർ.